ഇത് ചെറായി. ഒരു വശത്ത് നീളുന്ന കായൽ, മറുവശത്ത് അലയടിക്കുന്ന കടൽ. രാവിലെ കാറ്റിൻ്റെ സംഗീതവും വൈകിട്ട് കടലിലെ സൂര്യാസ്തമയവും. പ്രകൃതിയും ശാന്തതയും ഒരുമിച്ചൊരനുഭവം. എന്നും മനസ്സിൽ കാത്തു സൂക്ഷിക്കാനായി ഒരു യാത്ര. ഇതാണ് സീ ലഗൂൺ ചെറായി, ഞങ്ങൾ സ്റ്റേ ചെയ്ത റിസോർട്ട്. മുന്നേ ചെറായി ബീച്ചിൽ വന്നിട്ടുണ്ടെങ്കിലും സ്റ്റേ ചെയ്യുന്നത് ഇതാദ്യമായിട്ടാണ്. ഞങ്ങളോടൊപ്പമുള്ള ഫ്രണ്ട്സ് ഇതിനു മുന്നേ ഈ റിസോർട്ടിൽ സ്റ്റേ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഈവനിംഗ് ഒക്കെ ആയപ്പോഴാണ് ചെക്ക് ഇൻ ചെയ്തത്. കുറച്ചു നേരം റിസോർട്ടിൽ സ്പെൻഡ് ചെയ്തിട്ട് സൺസെറ്റ് കാണാനായി ബീച്ചിൽ പോയി. ഗോവയുടെ ഒരു വൈബ് അല്ലേ? അടിപൊളി വൈബ് അല്ലേ? നല്ല വൈബ് ബീച്ച്, പീസ് ബീച്ച് അല്ലേ? അങ്ങോട്ടൊക്കെ തിരക്കുണ്ട് കേട്ടോ. ശരിക്കും നല്ല പ്രൈവറ്റ് ബീച്ച് പോലെ തന്നെ അല്ലേ? വലിയ തിരക്കൊന്നുമില്ല. അവിടെ നല്ല തിരക്കുണ്ട് കേട്ടോ. ആ സൈഡ് നല്ല തിരക്കുണ്ട്. എനിക്ക് തോന്നുന്നു അതായിരിക്കും മറ്റേ എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഇതുള്ളത്. നല്ലൊരു മോർണിംഗ് ആണ് കേട്ടെന്ന്. ഞാൻ രാവിലെ തന്നെ എണീറ്റപ്പോൾ നല്ല അടിപൊളി വ്യൂ. ഞങ്ങൾ ഇന്നലെ ചെറായിൽ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ഇപ്പം ഞാൻ കാണുന്ന വ്യൂ എന്ന് പറയുന്നത്. നല്ല അടിപൊളി വ്യൂ ആണ്. നല്ല നല്ല അടിപൊളി സൺറൈസ്. ഭയങ്കര രസമുണ്ട്. ഭയങ്കര എനിക്കിങ്ങനെ പറയാൻ പറ്റുന്നില്ല. നല്ല പീസ് ആൻഡ് കാമായിട്ടിരിക്കുക രാവിലെ തന്നെ. പക്ഷികൾ മാത്രം, പക്ഷികളും ഒച്ചയും. ഞങ്ങൾ നാട്ടിൽ വന്നിട്ട് കഴിഞ്ഞ ആഴ്ച ട്രിവാൻഡ്രത്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ ആഴ്ച രാഹുലിൻ്റെ വീട്ടിലോട്ട് വന്നു. തൃശ്ശൂർ രാഹുലിൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് പാലക്കാടുണ്ട്. അവർ ഞങ്ങളെ കാണാൻ വരുവാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്നലെ അവർ തൃശ്ശൂർ വന്നിട്ട് അപ്പോൾ ഞങ്ങൾ പെട്ടെന്നൊരു പ്ലാൻ ഇട്ട് എന്നാൽ പിന്നെ ചെറായിൽ പോവാം. അപ്പോൾ എന്നാൽ പിന്നെ സ്റ്റേ ചെയ്താലോ. അവർ മുന്നേ ഇവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ട്, ചെറായിൽ സ്റ്റേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നാൽ നമുക്ക് ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പെട്ടെന്ന് വെറുതെ അങ്ങനെ നിപ്പിന് വന്ന പോലെയാണ്. അങ്ങനെ ഞങ്ങൾ ഇന്നലെ വൈകിട്ട് വന്നു. അവരിന്നലെ രാവിലെ പാലക്കാട് നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ വൈകിട്ട് ഇറങ്ങി. ഇവിടെ ചെറായിൽ വന്നിട്ട് ഒരു സ്റ്റേ ബുക്ക് ചെയ്ത് അങ്ങനെ ഇവിടെ നിൽക്കുക. അവിടെ ബോട്ടിങ്ങൊക്കെ നടക്കുന്നുണ്ട്. ആരോ ബോട്ടിങ് നടത്തുന്നു. പിന്നെ ഒരു ചേട്ടൻ്റെ ഞാൻ വിചാരിച്ചു മീൻ പിടിക്കാമെന്ന്, പക്ഷെ കക്കവ ആരുവാണെന്ന് തോന്നുന്നു. കക്ക വരുമല്ലായിരുന്നു. ആ ചേട്ടൻ നെറ്റിട്ടതാ മീൻ പിടിക്കാനായിട്ട്. എന്നിട്ട് അതെടുത്തിട്ട് പോവുക. ഇപ്പം ആ ബോട്ടും തിരിച്ചു വരിക. എന്ത് രസമല്ലേ മോർണിംഗ്. ഇപ്പം തണുപ്പാണേ. തണുപ്പെന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ ഒരു ഭയങ്കര ഒരു നല്ലൊരു ക്ലൈമറ്റ്. ആ വെയിലിൻ്റെ ചെറിയൊരു ചൂടും പിന്നെ കാറ്റും കേട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട്.
പക്ഷേ വെയിൽ കുറച്ചൊന്ന് കടുക്കുമ്പോൾ നല്ല ചൂടായിരിക്കും കേട്ടോ. ഇത് ഈ സൈഡ്, ഇപ്പോൾ ഈ റിസോർട്ടിൻ്റെ ഈ സൈഡ് പുഴയും അപ്പുറത്തെ സൈഡ് ബീച്ചും ആട്ടോ. ഇവർക്ക് തന്നെ അപ്പുറത്തെ സൈഡ്, റോഡിൻ്റെ അപ്പുറത്തെ സൈഡ് ഇവർക്ക് ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ അതുവഴി നമുക്ക് പ്രൈവറ്റ് ബീച്ച് പോലെ നമുക്ക് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റും. മീനൊന്നും ഇല്ല. ഈ ചെമ്മീൻ ചാടി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്, ചെമ്മീൻ ചാടുന്നത്. ചാടുന്ന കാണാൻ പറ്റുമോ? ഓ, ആ ചേട്ടൻ്റെ വല താഴെ മണ്ണിൽ ഇതായി. അതേ ചാടുന്നു. ചെമ്മീനല്ലേ? ആ ചെമ്മീൻ തന്നെ ചാടുന്നു. ചേട്ടൻ പോവാ വേറെ ലൊക്കേഷൻ തേടി. വല ഇട്ടിട്ട് ആ ചേട്ടൻ അങ്ങ് ഇറങ്ങി എന്തോ ഇങ്ങനെ കാലം കൊണ്ടൊക്കെ ഇങ്ങനെ തപ്പോ എന്തൊക്കെയോ ചെയ്യും. ഇങ്ങനെ കുഴിഞ്ഞൊക്കെ നോക്കും വെള്ളത്തിലൊക്കെ. ഫുള്ള് ഭയങ്കര പാടാണ്. എത്ര തവണയായെന്നറിയോ? എനിക്ക് തോന്നുന്നു ഇതിപ്പോൾ ഞാൻ കാണാൻ തുടങ്ങിയിട്ടൊരു 6-മത്തെയോ 5-മത്തെയോ തവണയാണ് ഈ വല എറിയുന്നത്. എന്നിട്ടൊന്നും കിട്ടിയില്ല. ഒരു കുഞ്ഞുമീൻ പോലും കിട്ടിയില്ല. ചാടി പോവില്ല ഇത് താഴത്തോട്ട്. അങ്ങനെ ഞങ്ങളിവിടെ അടുത്താ മാളയില. അവിടെ ഇതുപോലെ തന്നെ കക്ക ഈ സീസണിലെ വരത്തുള്ള. ആ, മൂത്ത് വന്നു. ഓ, ഇതാ ഞങ്ങളുടെ റൂം. 108 ഒപ്പന. ഡ്രോണും കൊണ്ടിറങ്ങി ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ബീച്ചിൽ പോയി. രാഹുൽ ഡ്രോൺ പറത്താൻ പോകുന്നു. ഇപ്പോൾ ഫുള്ള് ഡ്രോൺ പറത്തലാണ് അല്ലേ? ഇപ്പോൾ ഫുള്ള് ഡ്രോൺ പറത്തലാണ്. എക്സ്പേർട്ടായി. ഇത് അവരുടെ റൂം. നെക്സ്റ്റ് ഇത് അവരുടെ റെസ്റ്റോറൻറ്റ് ഏരിയ വരുന്നത് അല്ലേ? റെസ്റ്റോറൻറ്റ് ഏരിയ, അതിൻ്റെ നടുക്കായിട്ട് പൂൾ ഏരിയ. ഇത് റെസ്റ്റോറൻറ്റ്. തേരടിക്കുന്ന സൗണ്ടല്ലേ? ഇത് എൻട്രൻസ് വരുന്നത് ഇങ്ങനെ വരും. ഇവിടെ റിസപ്ഷനും വരും. ഇത് റെസ്റ്റോറൻറ്റ് ക്ലോസ് ചെയ്തേക്കുവാന്ന് പറഞ്ഞു. നമുക്ക് ഇവിടെ കൂടെ ഇങ്ങനെ ആക്സസ് ഉണ്ട് ബീച്ചിലോട്ട്. അല്ല, വല്ല മെയിൻ്റനൻസ് നടക്കുന്നതായിരിക്കും. തിരയിരിക്കുന്ന സൗണ്ടല്ലേ? ഓ, ഇവിടെ വരെ ഉണ്ട്. അയ്യോ, ഇന്നലെ ഞങ്ങൾ അങ്ങനെയാണ് നിന്നെ. അടിപൊളി. ആരുമില്ല. ഇവിടെയൊക്കെ ആളുണ്ട് കേട്ടോ. അവിടെയാണ് നമുക്ക് പ്രൈവറ്റ് മീൻസ് പബ്ലിക് ആക്സസ് ഉള്ള സ്ഥലം. ചെറിയ ചെറിയ ഷോപ്സും എല്ലാം ആ സൈഡിലുള്ള. ഇങ്ങോട്ട് ഞങ്ങൾ നടന്നില്ല, അങ്ങോട്ടൊന്നും ഇല്ലതാണ്.
പണിയായുധങ്ങളൊക്കെ പുറത്തെടുത്ത. രാഹുൽ ഇപ്പോൾ എവിടെ വന്നാലും ഡ്രോണാ. അങ്ങോട്ട് വെറുതുന്നു, ഇങ്ങോട്ട് വെറുതുന്നു, കറക്കുന്നു, തിരിക്കുന്നു. ഇന്നലെ എന്തായിരുന്നു? ഇന്നലെ എന്ത് മോഡാ? മാസ്റ്റർ ഷോട്ട്. പക്ഷെ രസമുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് പേടിയാവുന്നു. ഇവിടെ നിറയെ പരുന്തുകൾ, പരുന്തിൻ്റെയൊക്കെ അടുത്തുകൂടിയൊക്കെ പോകുന്നുണ്ടായിരുന്നു. പരുന്ത് പത്തോ? എനിക്ക് പേടിയാണ് പരുന്ത് പോണാണ്. ശരിക്കും ഇങ്ങനെ കാണണല്ലേ ഭംഗി അറിയണമെങ്കിൽ. നമ്മളിങ്ങനെ കാണുമ്പം കാണുന്ന ഭംഗി ഒരു ഭംഗി, അതല്ലാണ്ട് ഇങ്ങനെ മേലേന്ന് ഇത് ഫുള്ള് കാണുമ്പോഴല്ല നല്ല രസമാണ്. നല്ല തിരയടിച്ച് കയറുന്നുണ്ട്. കാണിക്കാൻ പറ്റില്ലേ? കിട്ടൂലല്ലേ, സൈഡിൽ നിന്ന് കാണുന്ന കുറവാണ്. ഇപ്പം ചെറുതായിട്ടുള്ള പീസ് ആൻഡ് കാമിൻ്റെ പെർഫെക്റ്റ് എക്സാമ്പിളാണ് ചെറായി. ബാക്ക് വാട്ടറും ബീച്ചും ഒരു മൈൻഡ് റിഫ്രഷിംഗ് കോംബോ.